മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ശ്രീ യോഹന്നാൻ അറിയിച്ചുള്ള കർത്താവിശ്വമിശിയുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 12. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവരൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലർ. വളരെ വേദനയോടെ ഒരു വ്യക്തി പങ്കുവയ്ക്കുകയായിരുന്നു. താനും കുഞ്ഞുങ്ങളും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഭർത്താവ് ജനലിന്റെ പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടങ്ങ് ഇരുന്നുപോയി. കുഞ്ഞുങ്ങള് ട്രെയിനിൽ ഓടിക്കളിക്കുകയാണ്. ചിലർക്ക് അവരുടെ കളി ഇഷ്ടമായെങ്കിലും ചിലർക്കത് അരോചകമായി തോന്നി. അവൾ എഴുന്നേറ്റ് വന്ന് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ അവരെ ട്രെയിനിൽ ഇങ്ങനെ അഴിഞ്ഞു തിരിയാൻ അനുവദിക്കുകയാണോ? പെട്ടെന്ന് അയാൾ പരിസരബോധം വീണ്ടെടുത്ത് അവിടെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഒരപകടത്തിൽ പെട്ട് മരിച്ചു. അവരുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്റെ ഈ മാനസികാവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അവൻ കുഞ്ഞുങ്ങളെ വിളിച്ചു പറഞ്ഞു, മക്കളെ, മറ്റുള്ളവർക്കൊരിക്കലും ശല്യമാകരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ഉപദേശിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ വിധിയെഴുത്തുകൾ തെറ്റായി പോകാം. കാരണം ആ വ്യക്തി കടന്നു പോകുന്ന വഴികള് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുകളുണ്ടാകും. അവർ കടന്നു പോകുന്ന വഴികളിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിയാൻ നമ്മൾ അവരെ വിധിക്കുമ്പോൾ തെറ്റായ വിധിയെഴുത്തുകൾക്ക് സാധ്യതയുണ്ട്. ഈശോയെക്കുറിച്ചുണ്ടായി ഇന്ന് മനുഷ്യനെക്കുറിച്ചും അത് ഉണ്ടാകുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ വിധിയെഴുത്തുകൾ നമുക്ക് സൂക്ഷിക്കാം. മറ്റുള്ളവരെ നമുക്ക് തെറ്റായി വിധിക്കാതിരിക്കാം, കരുണയോടെ വീക്ഷിക്കാം. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.